കേരളത്തിൽ 1100 കോടി രൂപയുടെ GST തട്ടിപ്പ് നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാന ഖജനാവിന് 200 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് പൂനെ GST ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ പൂനെ GST ഇന്റലിജൻസ് അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ റദ്ദാക്കിയെങ്കിലും ഗൗരവകരമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു. GST നഷ്ടം വന്നു. വലിയൊരു തട്ടിപ്പിന്റെ ഒരറ്റം മാത്രമാണ് പൂന GST ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത്. ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട്? 200 കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല? അതുകൊണ്ടൊരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം.